ഹലോ, അസ്സലാം വലൈക്കും. ഞാനിന്നൊരു ഏലാഞ്ചി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം സവാള ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുക. അത് നല്ലോണം വഴറ്റുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. അന്ന് ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം കുറച്ചധികം വേണം, അപ്പത്തിലൊന്നും മധുരമില്ലാത്തതല്ലേ. ഇനി അത് ഒന്ന് പഞ്ചസാര അലിയിച്ചെടുക്കുക. ഇനി തീ ഓഫാക്കുക. ഇനി അതിലേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെടുത്തിട്ട് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട. ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിൽ, നല്ല ലൂസും ആവണ്ട, അധികം കട്ടിയും വേണ്ട. ഇനിയൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും ദോശ. മധുരമൊന്നും ഇടുന്നില്ല, ഉപ്പ് മാത്രം, ഉപ്പും കോഴിമുട്ടയും. ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടത്. തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുക്കുക. എണ്ണയും ഇതൊന്നും അധികമല്ല, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുക്കുക. ഇനി ഓരോ ദോശ എടുത്തിട്ട് അതിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അത് മടക്കിയെടുക്കുക. ഒന്ന് മടക്കിയിട്ട് 2 ഭാഗം തേങ്ങ പുറത്ത് വരുന്നതിന് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദോശയും ഫില്ല് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ്. അത് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.